ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലിപ്പോ മറ്റേ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ്. ഇത് കപ്പ ബിരിയാണിയാണ്. കുറച്ച് ചിക്കൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിനെ സൈഡായിട്ട് ഉള്ളി ഇതിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ പ്ലേ സ്കൂളിലേക്ക്. ഇങ്ങനെയാ പോണ്ടേ? ആ മോനെ, ഓ ഉടുപ്പെല്ലാം കിട്ട പെൺകുട്ടിയായിട്ടില്ലേ പോണ്ടേ? അവക്ക് മറിയോണ്ടാന്ന് വിചാരിച്ചു. ആദ്യത്തെ ദിവസം നാളെ കുഞ്ഞു ഫ്രോക്കൊക്കെ ഇട്ടാ പോന്നെ. നോക്കട്ടെ ഇടാന്ന് നമ്മളെ എതിലിന് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ പ്ലേ സ്കൂളിൽ. എതിലിൻ അച്ചറാക്കിക്കൊണ്ടാ പോണ്ടേ? നീ നോക്കിയൊരു ഹായ് ഇംഗ്ലീഷല്ല. ഹായ് പപ്പാ, എതിലിൻ ഫസ്റ്റ് ഡേ. ഓ മതി. ഓക്കെ അതന്നെ അപ്പൊ ബച്ച് പപ്പിക്കുട്ടിയെ പോലെ. അപ്പൊ നമ്മളെ എതിലിൻ ഫൈനലി സ്കൂളൊക്കെ കൊണ്ടേല്. എതിലിന്റെ ഇപ്പൊ എത്ര വയസ്സായനെ? 3 വയസ്സായല്ലോ. ആയിനി നമ്മളിതിനെ 3 വയസ്സാവാൻ മുമ്പ് പ്ലേ സ്കൂളിലേക്ക് സൈഡാക്കുവാണ്. അപ്പൊ ടാറ്റ അമ്മയമ്മ റെഡി ആകട്ടെ. ഹായ് ഹലോ, ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല. ഇന്ന് കുറേ കാര്യങ്ങൾ കൊണ്ട് ഇന്ന് സ്പെഷ്യലാണ്. അപ്പോൾ ഇന്ന് എതിലിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ മാത്രമല്ല ഇപ്പോൾ സമയം 9:50 ആയിട്ടുണ്ട്, 9:53 എന്തോ ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ 10 മണിക്ക് നമ്മുടെ ജീന വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റെഡിയായി നോക്കിയപ്പോൾ ജീന വന്നു. ഞാൻ ജീനനെ കാണിച്ചു തരട്ടെ. ഓയ് വാ, ഈവനിങ് വരൂ. ജീന എത്തി. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലിപ്പോൾ മറ്റേ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് പഞ്ചായത്തിൻ്റെയാണ്. അപ്പൊ പോവാൻ ജീന. രാവിലെ തന്നെ ചായ കുടിക്കാൻ വന്നതാണ്. അങ്ങനെ കടി നോക്കിയിട്ട് പോകുന്നത്. ഇത് ഇറച്ചിയാ എന്നാ നാക്കുന്നത്? രാവിലെ തന്നെ കാർബ്സ്. ആ എന്നാ ഫിഷ്. ഇഷ്ടത്തി ഞാൻ ഫിഷ് പത്തിരി ഓർഡർ ആക്കി കേട്ടോ. ഇതൊരു സ്കൂളാണ് കേട്ടോ. നമുക്ക് ചായം കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു പരിപാടിക്ക് വേണ്ടി ഒരു സ്ഥലം വരെ പോവാം. വരുവാനെ അങ്ങനെ നമുക്ക് നാളെ നമ്മുടെ കുറച്ച് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്കുള്ള വാട്ടർ ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ചെയ്യുന്നത്, അറ്റോൾസ് ക്യൂബ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്തായാലും കാണിക്കും അടുത്ത വീഡിയോയിലൊക്കെ. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ടീംസാണ് കേട്ടോ. അതാണ് ഇങ്ങോട്ട് തന്നെ വന്നത്. അപ്പോൾ അത് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഗസ്റ്റിൻ്റെ വീഡിയോസൊന്നും എടുക്കുന്നില്ല. പക്ഷെ അവരുമായിട്ട് സൈറ്റ് സീയിങ്ങിനും ഒക്കെ പോകുമ്പോൾ വീഡിയോ എന്തായാലും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നാട് ചുറ്റി കാണാമല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പരിപാടി വീണ്ടും ഗസ്റ്റിൻ്റെ പരിപാടിക്കായിട്ട് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ പോവുകയാണ്. അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള ഷിപ്പ് ബുക്ക് ചെയ്യാൻ, വെസൽ ബുക്ക് ചെയ്യാൻ. വെസൽ സ്പീഡ് വെസൽ. ഞാൻ അതിന് ശേഷം എന്റെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതെടുത്തില്ല. അപ്പോ
ടൈം ലേറ്റ് ചെയ്തു ഓൾറെഡി 1 മണി ആവുന്നേ ഉള്ളൂ. അപ്പൊ എതിലിനെയും പിക്ക് ചെയ്തിട്ട് വേറൊരു പരിപാടി. എങ്ങനെയുണ്ടാ ഞാൻ? സൂപ്പർ ജീവയിലല്ലോ. ഇതിലും കാര്യം പറ. ഹലോ. ആ പിന്നെ എന്നെല്ലാം ക്ഷീച്ച അവിടെ നിക്കണ്ട ആരകൊണ്ടാ ഉച്ചക്ക് പോണ്ട. ഉച്ചക്ക് പോകാത്തേല് വരുവേല വിളിച്ചാല് വാങ്ങി പോയാലോ? ബാപ്പയും കണ്ടാ പോണ്ടേ? ആ അതിന് നമ്മള് എസിലിനെ എടുത്തു വിട്ടിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ജീന ഉണ്ടാക്കിയിട്ട് കപ്പയും ചിക്കനും ഉണ്ടാക്കിയിട്ട് പോവാണ്. അപ്പൊ ഈ ഒരു സ്പോട്ടാണ് ഇപ്പൊ കണ്ടുപിടിച്ചപ്പോ ഉള്ളത് തന്നെയാണോന്ന് അറിയില്ല കേട്ടോ. അതാണ് എന്റെ അമ്മ. എന്റെ അഡ്വഞ്ചർ ഇതെങ്ങനെ പോയി? എന്റെ അമ്മ. ഓ ഇതൊരു ഹിഡൻ പ്ലേസ് ആണെന്നാണ് കേട്ടോ പറയുന്നത്. പോയ അത്തപ്പാർക്കിനെ കേറിയില്ല. അത്തപ്പാർക്ക് വേണ്ട. സൈറയോടാണ് ഇവിടെ ചാനലുണ്ട്. ആ ദേ ഇവിടെ ഉണ്ട്. എല്ലാം എടുത്തോട്ട് പോയാ ബിരിയാണിയാ അതല്ലേ ഞാൻ ചൊല്ലിയത്. തുറക്കൂ സീസീസ്. അതവിടെ കപ്പ കാണിച്ചു കൊടുക്കൂ. ഇത് കപ്പ ബിരിയാണിയാണ്. തിന്നാൻ വന്നവർ നമ്മുടെ പ്ലേറ്റോ തിന്നാൻ വന്നവർ തിന്നിട്ട് ഇവിടെ ഈ കിടക്കണമെന്നൊക്കെ ഉണ്ട്. നല്ല അടിപൊളി പ്ലേസില് കപ്പ കൊറേ ദിവസമായി കപ്പ കൊണ്ടുവന്ന് കേടുവരുത്തുന്നു എന്ന് ചീത്ത പറഞ്ഞു. അതെ അത് നമ്മള് മറ്റേ കൊണ്ടുവന്നാണ്. മാമന്റെ കുറെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പന്റെ കുറെ ഫ്രണ്ട്സ് വന്നപ്പോ അവര് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയായിരുന്നു. നാടൻ കപ്പ പോയി നാട്ടിലെത്തി. എന്നിട്ടും ഓക്കെ അപ്പൊ കഥയൊക്കെ ബാക്കി ഇത് കഴിക്കട്ടെ. എന്തായാലും കേക്ക് വിളിച്ച് കേക്കിനും കപ്പ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. എന്തായാലും ഒരു ഹിഡൻ പ്ലേസില് ഭയങ്കര സൈലന്റ് ഇല്ലേ ഇവിടെ. അങ്ങനെ ഞാനും സൈറയും വരുന്ന ബിരിയാണി മേടിച്ച് ഇവിടെ വന്ന് കഴിച്ച് അങ്ങനെ രണ്ടാളും അന്നില്ല ടെന്റ് അടിച്ചു കൂടിയത്. ഇല്ല അന്നില്ല. തുടങ്ങൂ. ഫസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് എക്സ്പ്രഷൻ. മറ്റേ ഇത് കൊണ്ടുവരുമോ? താങ്ക് യു. ഐ തിങ്ക് സൈഡ് ഒരു മറ്റേ അച്ചാറെങ്കിലും എടുത്താൽ മതിയായിരുന്നു അല്ലേ. മൈ ഗോഡ് ഐ ക്യാൻ സ്മെൽ ഇറ്റ്. അതിലേക്കാകുമ്പോ ഒരു 7 വേനിക്കില്ല. ആ മുമ്പ് എക്സ്പ്രഷൻ പറയടാ. അടിപൊളി ആണ്. കുറച്ച് ചിക്കൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിനെ സൈഡായിട്ട് ഉള്ളി ചമ്മന്തി ഉണ്ടാവണമായിരുന്നു. എങ്ങനെ അടിപൊളിയില്. എടാ ഒരു കോൾ വേണ്ടേ? ദില്ലുബായ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഭയങ്കര സ്പൈസി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സ്ഥലം
അധികം ആൾക്കാർ എത്താത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. കാണുമ്പോ അവിടെ ഷിപ്പ് കണ്ടില്ലേ, അത് കുറച്ചൊക്കെ അടുത്താ. അടിപൊളിയാണ്, ഭയങ്കര സൈലന്റ് ആണ് ഇവിടെ. പിന്നെ ബീച്ചിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ വേറെ ലെവൽ ഫീൽ. ഇവിടെ വന്ന് കഴിച്ചിട്ട് ഇടയ്ക്ക് തന്നെ വന്ന് കൂടി കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് കിടന്നുറങ്ങിയിട്ടൊക്കെ പോകണം. അപ്പൊ ഓഫീസ് ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ് കേട്ടോ വന്നത്. എല്ലാവർക്കും ഇഷ്ടമായാ? ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വന്ന് കൂടാറുണ്ട് കേട്ടോ. നമ്മളെ പാസ്ത, ബിരിയാണി, തമിഴ്നാട് ബിരിയാണി, പിന്നെ കപ്പ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ. അങ്ങനെ കുറെ ഐറ്റംസ് ഇൻഷാല്ലാ. അപ്പൊ ഇങ്ങനെ വന്ന് ലഞ്ചിന് കൂടി കുറെ നാളായി. ഡിന്നറിന് നമ്മള് മന്തിയൊക്കെ ആയിട്ട് വരാറുണ്ടല്ലോ. അപ്പൊ കഴിക്കട്ടെ. വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴേ ആ ഫ്ലോ പോകുന്നുണ്ട്. അപ്പൊ കഴിച്ചിട്ട് കാണാം. പെട്ടെന്ന് സൈലന്റ് ആയി കടൽ. അങ്ങനെ നമ്മള് കഴിച്ചു കഴിഞ്ഞു. അടിപൊളി എന്ന് വെച്ചാ നമ്മള് മുടങ്ങാണ്ട് ചെയ്യുന്ന ഒരു പ്രതിജ്ഞയുണ്ട് എല്ലാ ദിവസവും. ഞാൻ ഇന്നത്തോടെ ഡയറ്റ് തുടങ്ങണം, വർക്കൗട്ട് തുടങ്ങണം. പിന്നെ അത് മാത്രം പ്രതിജ്ഞ മാത്രം ഡെയിലി നടക്കുന്നുണ്ട്. അപ്പൊ നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ. ജീന നല്ല ഡയറ്റ്. അതെ, അയ്യോ ജാനുവരി കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല സത്യം. അപ്പൊ ജീനയാണെങ്കിൽ അവിടെയുള്ള എല്ലാ കുരുമുളകും ഇതിലിട്ട പോലെ ഉണ്ട്. ഭയങ്കര സ്പൈസി. എന്നെ ആണെങ്കിൽ തൊലിയൊക്കെ പോയിട്ട്. അപ്പൊ കുറച്ചിരുന്നിട്ട് പോയാലോ ഗൈസ്? അപ്പൊ നമ്മൾ ഇരുന്ന സ്ഥലം ഞാൻ ഒന്ന് കാണിച്ചു തരട്ടെ. ഇവിടെയാണ് കേട്ടോ. ഇവിടെ ദൂരെ തിരുനാടിന്റെ എൻഡാണ് ഇവിടെ. ഇവിടെയാണ് നമ്മൾ ഇരുന്നത്. പിന്നെ അവിടെ ഷിപ്രക്കിന്റെ സൈഡ് മൂളോക്കാന്നാണ് ഞങ്ങൾ പറയുന്നത്. നോനിപ്പഴം. ഇതൊന്നും പഴുത്തിട്ടില്ല, എല്ലാം പച്ചയാണ്. ഇതൊക്കെ പച്ചയാണ്. നോനിപ്പഴം എന്നാണ് കേട്ടോ പറയുന്നത്. ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സംഭവമാണ്, ചെടിയാണ്. ഇതെല്ലാം പച്ചയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇരുന്നിട്ട് എന്തായാലും പോട്ടെ. ടൈമായി, 2 o'clock ആവാറായി. നടന്നോ? വരാൻ നേരം ലിബ്ന ചേച്ചി വരുന്നുണ്ട്. ലിബ്ന ചേച്ചീനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പൊ റേഞ്ച് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കുറെ സമയം മുമ്പേ വിളിച്ചത്. വെസല് കാണുന്നില്ല, എത്തിയിട്ടില്ല. പിന്നെ വരാൻ നേരം കാറ് സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെ ഓട്ടോയിലായിരുന്നേ വന്ന്. ഓട്ടോ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല. നമുക്ക് അങ്ങനെ നടക്കുവാണ്. ഇതൊക്കെ വെസലാണ് കേട്ടോ. ഇപ്പൊ ചെറിയ പാണി എന്ന് പറയുന്ന വെസലാണ് വരുന്നത്. വെസലെത്തിയിട്ടൊന്നുമില്ലതേ ഇവിടെ. ഓക്കെ, അതേ വരുന്നു വെസൽ. വേണ്ട, വെസൽ വരുന്ന കണ്ടോ അവിടെ നിന്ന് ദൂരേന്ന്. അതാണ് നമ്മുടെ വെസൽ. ഇതിന്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കാൻ പോയിട്ട് ആള് വരുന്നില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി മറ്റേ സ്കൂളൊക്കെ. അപ്പൊ എന്നെ ഇറക്കണ്ട. അപ്പൊ ഭയങ്കര കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞു ഉമ്മക്കും ഉപ്പപ്പൊക്കെ. ഇവര് വന്ന് എന്നെ എടുത്തോണ്ട് വന്നോണ്ടാ ഞാൻ വന്നേന്നൊക്കെ പറഞ്ഞിട്ട്. സൂപ്പർ സ്കൂൾ. സൂപ്പറാ സ്കൂള്. ആരെങ്കിലും ഫ്രണ്ട്സിനെ കിട്ടിയത്തില്ലീനോ? മൂഞ്ചില്ലാട്ടെന്നാ ഞാൻ ഫ്രണ്ടിന്റെ പേരൊന്നും ഫ്രണ്ട്സ് ആരും ആയില്ലേ? ഫസ്റ്റ് ഡേ അല്ലേ? ഫസ്റ്റ് ഡേ. നല്ല വെയില് ഒക്കെ എല്ലാം ഈ ഒരു സമയം ആകുമ്പത്തേക്ക് ഇപ്പൊ ഒരു 5 മണി ഈ സമയം ആകുമ്പത്തേക്ക് വെസലൊക്കെ വന്ന് ഇങ്ങനെ ലൈനപ്പ് ആവും. ലൈനപ്പ് ആവൂല പോകത്തെയും നല്ല ഇതില് ഇത് കൂടെ പാസ് ചെയ്യുമ്പോ തന്നെ എന്തുണ്ട് സ്മെല്ല് വരുന്നുണ്ട്. ഒരു കടലിന്റെ സ്മെല്ല്. നമ്മുടെ ഇവിടെ വെസൽ. അതെ, ഭയങ്കര വെസൽ വേണ്ടി നോക്കാം. ഇവിടൊക്കെ വരാം. ഇവിടെ വെസൽ ഇപ്പൊ ഇങ്ങോട്ട് കണ്ടോ. വെസല് പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട്. ഇതാ
ഏട്ടാ പഠിത്തമൊന്നുമില്ല, ജസ്റ്റ് ഫുള്ള് ഇത് കളിപ്പാട്ടം വെച്ച് കളിക്കലൊക്കെ തന്നെയാണ്. പിന്നെ വീണ്ടും യൂഷ്വൽ ഹാങ് ഔട്ട് എവിടെ എവിടെ സ്ഥലം ജീന പറ ഹോട്ട് ബൈറ്റ്സ്. ഇന്ന് കൊറേ പേരുണ്ട് കേട്ടോ കൂടെ. എവിടെ വേറെ ഒന്നുണ്ടല്ലോ ഫുൾ ആൾക്കാരെ സെർച്ച് ചെയ്തിട്ടാണോ വന്നിരിക്കുന്നത്? അതാര് ജീന വിളിയോ ഉണ്ട്, ജീന വിളിയോളാന്ന് കേട്ടപ്പോ ഇങ്ങനെയാട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാല് ഹോട്ട് ബൈറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കുറേ സ്നാക്സ് വയറ് നിറച്ച് കഴിക്കാൻ പറ്റും. ഇന്നാണെങ്കിൽ ഭയങ്കര വിശപ്പ്. ചീനയുടെ മറ്റേ കപ്പ കഴിച്ചതിന് ശേഷം കപ്പ ഗ്യാസ് അല്ലേ ഗൈസ്, ഗ്യാസ് ആയിട്ട് പോയി കാണും. അതെ അതെ. പിന്നെ എസിലിനാണെങ്കിൽ ഭയങ്കര വയലില്ല, പുറത്തുനിന്ന് ചായ കുടിക്കുള്ളൂ. എസിലിന് പ്ലേ സ്കൂൾ എങ്ങനെ? എത്ര ഫ്രണ്ട്സ് ഉണ്ട്? 100 ഫ്രണ്ട്സ്. 3 ഫ്രണ്ട്സിനെ പേര് കൊല്ലുങ്ങ. ആ ചൊല്ലു. സിസിയാ? ആ പിന്നെ പിന്നെ പായസായ? പിന്നെ അതാര് ആകെ ഫോൺ ആര്? ഇസ. ആകെ ഇസേ കണ്ടി? ആകെ ഇസ ഇസ ബാന്നല്ലോ. ഫിസു ഫിസുവിന്റെ മുടി സ്ട്രൈറ്റ് ചെയ്തതിന്റെ ഓപ്പോസിറ്റ്. ഫിസുവിനത് മറ്റേ എന്നാന്ന് പൊന്നുനോട് കൊടുത്ത സക്കീർക്ക് കുറെ കൂടി വെച്ചിട്ടാണല്ലേ ഫിസു ആരല്ലേ അതൊക്കെ കാണാനും ഇഷ്ടം. ഫിസു ക്ലാസ്സിലെ നല്ല കുട്ടിയായിരുന്നു. ഫിസുവിനെ പൊക്കി അടിക്കുന്നു. സത്യമില്ല, ചുമ്മാ പറഞ്ഞൊന്നുമല്ല. ഭയങ്കര പോയി കഴിഞ്ഞാലും ഭയങ്കര നമ്മളിങ്ങനെ ഭയങ്കര ശ്രദ്ധിച്ചോണ്ടിരിക്കേ. അങ്ങനത്തെ നമ്മളിങ്ങനെ എന്തെങ്കിലും ക്ലാസ് എടുക്കട്ടെ, എന്നെ ആരും ശ്രദ്ധിക്കാറില്ല. മാത്രമേ എഴുതുന്ന ശ്രദ്ധിക്കും. അപ്പൊ അടിപൊളിയായിരുന്നു. അത് കാണിച്ചു. എന്ത് രസമില്ലേ ഇവിടെ. ഇവിടെ ഈ സ്ഥലം ഞാൻ പറയട്ടെ, ഈ സ്ഥലം ജീന ഞാനുമായിട്ട് ഈ സ്ഥലത്തിന് ഒരു കണക്ഷൻ. അത് കല്യാണം കഴിഞ്ഞ സമയത്ത് ജീന നമുക്കൊരു എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അത് താനില്ലായിരുന്നു. ഞാൻ കേട്ടിട്ട് പാടും. എന്നാലും പറ. അതാണ് ജീന തന്നെ ട്രീറ്റ്. പറയട്ടെ, ചിലർക്ക് ഇത് സഹിക്കുന്നില്ല. അങ്ങനെ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ ഹോട്ട് ബൈറ്റ്സ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മള് ഈ അടുത്ത് ട്രൈ ചെയ്ത ഒരു അടിപൊളി കിട്ടുന്ന സാധനമായിരുന്നു ലേസ് ലോഡഡ് അല്ലേ. ലേസ് ലോഡഡ് ഞാനും ജീനയിൽ ഒരു റാപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ വന്നിട്ട് കാണാം. പോയിക്കോയാ എന്നിട്ട് ആഷിക ദീദിക്ക് ഒരു ഹായ് ചൊല്ലിനാഞ്ഞല്ലോ ലൈവിൽ. ഓ വിട്ട് സുഖിപ്പിക്കൽ മാത്രം.
ഇല്ല മറ്റൊക്കെ ഇത് മനസ്സിലായില്ല സംഭവം. കിളി മതി മതി ഇങ്ങി വാ. ടൂ വീലർ കാത്ത് കാത്ത് കാത്തിരുന്ന് കിട്ടിയത്. എല്ലാവരും കഴിക്കുന്നുണ്ട് തിരക്കില്ല. അങ്ങനെ തിരിച്ചു വീട്ടിലെത്തിയിട്ട് കുറേ സമയം താഴെ ഇരിക്കുമായിരുന്നു. ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു, കുറേ സമയം ഇരുന്നു. സാധനം കൊണ്ടുവന്നു. പിന്നെ അങ്ങനെ അവിടെ കുറേ സമയം ഇരുന്നിട്ടൊക്കെയാണ് റൂമിലേക്ക് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ കുറേ ലെങ്തി ആയിപ്പോവും, വൈൻഡപ്പ് ചെയ്തേക്കാന്ന്. ഈ കാണുന്ന സംഭവങ്ങൾ കണ്ടോ, ഇതൊക്കെ ഇന്ന് മടക്കാനുള്ള സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിരുന്ന് മടക്കാനുണ്ട്. അത് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. വേറൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതെന്തായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുക. എന്താണെന്ന് വെച്ചാൽ ഒരു നൈറ്റ് ഫിഷിങ്ങിന് പോവാണ് കേട്ടോ. പൊതുവേ ഞാനിങ്ങനെ ക്യാമറയിൽ തൂക്കി പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒട്ടും ലക്കി ആയിട്ട് ഒരു മീനും കിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും നമ്മുടെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായില്ല. ഒരു ഓട്ടത്തിൽ തന്നെയായിരുന്നു ഫുൾ ഡേ. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയാണോന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു. അത് ജസ്റ്റ് വീഡിയോ എടുത്തു. ഇന്നത്തെ ദിവസം വീഡിയോ എടുക്കാനുള്ള കാരണം തന്നെ എതിലിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ മറക്കാണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ആൻഡ് ടേക്ക് കെയർ.